നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് ഞാനായ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മൾ ആൻഡമാൻ നിക്കോബാറിന്റെ സൗതേൺ പോർഷനിൽ വരുന്നതാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ. അവിടെ കേന്ദ്രീകരിച്ച് ഒരു വലിയൊരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഈ പറഞ്ഞ പോലെ 2022 ലോഞ്ച് ചെയ്ത ഒരു പദ്ധതിയായിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് എൻവയോൺമെന്റൽ കൺസേൺസുമാണ് ഇവിടെ റേസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ആർട്ടിക്കിളിനകത്ത് റേസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനെ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്ട്, അതിലൂടെ കിട്ടുന്ന അഡ്വാൻറ്റേജസ്, അതിന്റെ ഈ പറഞ്ഞ പോലെ ചലഞ്ചസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് എക്കോളജി എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പഠിക്കുന്നതുകൊണ്ടിട്ടാണ് ഇതിനെ നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ രണ്ടാമത്തെ ആർട്ടിക്കിൾ ഒരു വൈറസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ചണ്ഡിപുര വൈറസ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ റീസെന്റ് പറയുവാണെങ്കിൽ നമ്മുടെ ഗുജറാത്ത് കേന്ദ്രീകരിച്ച്, ഗുജറാത്ത് അതേപോലെ രാജസ്ഥാനിലൊക്കെ തന്നെ ഈ ഒരു വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഔട്ട് ബ്രേക്കിനെ കുറിച്ചിട്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൺസേൺസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ആ ഒരു ആസ്പെക്റ്റിലാണ് ഈ ന്യൂസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പഠിക്കാൻ പോകുന്ന ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലും അതേപോലെ ഹെൽത്തിന്റെ പെർസ്പെക്റ്റീവിലും പഠിക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ പറയുവാണെങ്കിൽ ഇതൊരു വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇതിനെ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. GS പേപ്പർ 3 സയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ മൂന്നാമത്തെ ആർട്ടിക്കിൾ എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ഒരു ആർട്ടിക്കിളാണ്. കാർബൺ മാർക്കറ്റ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ കാർബൺ ട്രേഡിംഗ് മെക്കാനിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ഒരു ആർട്ടിക്കിളാണ്. സോ എനിവേ കാർബൺ ട്രേഡിംഗ് മെക്കാനിസം ഒക്കെ പറയുമ്പോഴേക്കും അതിനകത്ത് എക്കണോമിക്സിന്റെ ഒരു പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്, അതുപോലെ എക്കോളജി എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവ് അതിനകത്ത് കയറി വരുന്നുണ്ട്. എനിവേ ഈ രണ്ട് ടോപ്പിക്സും ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അടുത്ത നാലാമത്തെ ടോപ്പിക് ട്യൂബർകുലോസിസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ട്യൂബർകുലോസിന്റെ ഈ പറഞ്ഞ പോലെ ടെർമിനേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു എഡിറ്റോറിയൽ പേജിൽ തന്നെ വന്ന ആർട്ടിക്കിൾ തന്നെയാണ്. സോ ട്യൂബർകുലോസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കാരണം സയൻസിന്റെ പെർസ്പെക്റ്റീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഈ 4 ടോപ്പിക്സ് നല്ല വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ശേഷം എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രിലിംസിന്റെ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് സെഷനിലേക്ക് എടുക്കാം. സോ ഫസ്റ്റ് ടോപ്പിക് environment ignored in considering sites for Nicobar Islands project സീസ് ജയറാം രമേശ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. അപ്പൊ ഇനി ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിനിൽ നമുക്കറിയാം എപ്പോഴും ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും ഏതൊരു ആക്ടിവിറ്റിയും കൂടെ എതിരായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഡെവലപ്മെന്റ് വേഴ്സസ് എൻവയോൺമെന്റ് എന്നുള്ളത് എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനകത്തൊക്കെയാണ് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മുന്നോട്ട് ഒരുപാട് നീങ്ങുമ്പോഴേക്കും അവിടെ നമ്മൾ എൻവയോൺമെന്റ് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ എൻവയോൺമെന്റ് സംരക്ഷണമായിട്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും അത് ഡെവലപ്മെന്റിനെയും ഈ പറഞ്ഞ പോലെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുമ്പോൾ ഈ രണ്ടും ഒരു ബാലൻസ് സ്റ്റേജിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അതിനകത്ത് ഏറ്റവും വലിയ റോൾ ഇരിക്കുന്നത് എങ്ങനെ നമ്മൾ ഡെവലപ്മെന്റിനെയും നമുക്ക് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനെയും ഒരു ബാലൻസ് സ്റ്റേജിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട്. സോ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കീ വേർഡ് അല്ലെങ്കിൽ കീ ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിക്കോബാർ ഐലൻഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ആണ്. സോ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് മെയിൻലി നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുന്ന മുമ്പ് നമുക്ക് ഇങ്ങനെയുള്ള ലൊക്കേഷൻ സംബന്ധമായുള്ള വാർത്തകളൊക്കെ വരുമ്പോഴേക്കും ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ വേൾഡ് മാപ്പ് ഒന്ന് പഠിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സോ നമുക്ക് ആൻഡമാൻ നിക്കോബാറിന്റെ മാപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഈ ആൻഡമാൻ നിക്കോബാറിനെ തമ്മിൽ വേർതിരിക്കുന്നത്, അതായത് ആൻഡമാൻ ഐലൻഡ്സും നിക്കോബാർ ഐലൻഡ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ചാനൽ നിങ്ങൾക്ക് അറിയാം. 11 ഡിഗ്രി ചാനൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല ആൻഡമാൻ നിക്കോബാറിന്റെ ക്യാപിറ്റൽ ആയിട്ട് അറിയപ്പെടുന്ന പോർട്ട് ബ്ലെയറിനെ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ മിഡിൽ ആൻഡമാൻ, ലിറ്റിൽ ആൻഡമാൻ, കാർ നിക്കോബാർ, അതേപോലെ ഗ്രേറ്റ് നിക്കോബാർ. ഇന്നിപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രേറ്റ് നിക്കോബാർ കേന്ദ്രീകരിച്ചുള്ള ഡെവലപ്മെന്റ് പ്രോജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ടോപ്പിക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്ന് ഇതിന്റെ സെപ്പറേഷൻ 11 ഡിഗ്രി ചാനലിനെ പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ പോർട്ട് ബ്ലെയറിനെ കുറിച്ച് ചോദിക്കാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും അല്ലെങ്കിൽ പരീക്ഷിക്കാം മിഡിൽ ആൻഡമാൻ, ലിറ്റിൽ ആൻഡമാൻ, കാർ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ ഇവയെ നോർത്ത് ടു സൗത്ത് റീജിയൻ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയും. ഇത് ഷഫിൾ ചെയ്ത് തന്നിട്ട് ഇതിനെ നോർത്ത് ടു സൗത്ത് ഓർഡറിൽ കൃത്യമായിട്ടും അറേഞ്ച് ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യമായിട്ട് നമുക്ക് വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അതുകൊണ്ട് ഈ ഒരു ഗ്രാഫ്, ഈ ഒരു മാപ്പ് കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കാം. ഇനിയാണ് നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് കിടക്കുന്നത്. ഇതിന് മെയിനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2021 ഞാൻ തുടക്കത്തിൽ 2022 എന്ന് പറഞ്ഞു പോയി, സോറി. സോ 2021 ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത പ്രൊജക്ട് ആയിരുന്നു. ഒരു മെഗാ പ്രൊജക്ട് ആണ്. മീൻസ് ഈ പറഞ്ഞ പോലെ ആ ഒരു ഗ്രേറ്റ് നിക്കോബാറിന്റെ ടോട്ടൽ ഡെവലപ്മെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മെഗാ പ്രൊജക്ടിനോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് നിർമ്മിക്കുക. ജസ്റ്റ് ലൈക്ക് ഈ പറഞ്ഞ നമ്മളിപ്പം വിഴിഞ്ഞം തുറമുഖമൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഒരു പോർട്ട് ബേസിക്കലി അവിടെ നിർമ്മിക്കുക. അതുപോലെ ഇന്റർനാഷണൽ എയർപോർട്ട് നിർമ്മിക്കുക. ഇപ്പൊ നിലവിൽ അവിടെ ആ ഒരു ഗ്രേറ്റ് നിക്കോബാർ കേന്ദ്രീകരിച്ച് ഇന്റർനാഷണൽ എയർപോർട്ട് ഇല്ല. സോ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് നിർമ്മിക്കുക. അതും ഗ്രീൻ ഫീൽഡ് പ്രൊജക്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീൻ ഫീൽഡ് പ്രൊജക്ട് നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊജക്ട് അല്ലെങ്കിൽ പ്രൊജക്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ രണ്ട് രീതിയിലാകാം. ഗ്രീൻ ഫീൽഡും ഉണ്ട്, ബ്രൗൺ ഫീൽഡും ഉണ്ട്. ഗ്രീൻ ഫീൽഡ് എന്ന് പറയുന്നതാണ് പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് ഗ്രൗണ്ട് സീറോയിൽ നമ്മൾ തുടക്കം അതിന്റെ ഫൗണ്ടേഷൻ ഒക്കെ ചെയ്ത് ഒരു പുതിയ ബിൽഡിംഗ് നമ്മൾ കെട്ടിയെടുക്കത്തില്ലേ, ആ രീതിയിൽ എടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റുകളാണ് ഗ്രീൻ ഫീൽഡ് പ്രൊജക്ട് ഇൻവെസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ ബ്രൗൺ ഫീൽഡ് എന്ന് പറയുവാണെങ്കിൽ അതിന്റെ സ്ട്രക്ചേഴ്സോ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് എന്താ പറയാ, ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ കെട്ടിടങ്ങളൊക്കെ അവിടെ പഴയതുണ്ടാവും, അതിനെയൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്ത്
പുതുക്കി നമ്മുടെ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടുന്ന രീതിയിലേക്ക് മാറ്റി കൺവേർട്ട് ചെയ്തെടുക്കുന്നതൊക്കെയാണ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഗ്രൗണ്ട് സീറോ ലെവൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രീൻ ഫീൽഡ് ആണ്. അപ്പോൾ അത്തരത്തിലൊരു പുതിയ ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെ പണിയുക, ഒരു ടൗൺഷിപ്മെന്റ് ഡെവലപ്മെന്റുകൾ, അതുപോലെ 450 മെഗാ വോൾട്ട് കപ്പാസിറ്റി ഉള്ള ഗ്യാസ് ആൻഡ് സോളാർ ബേസ്ഡ് പവർ പ്ലാന്റുകൾ പണിയുക തുടങ്ങിയൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്റ്റിലൂടെ അവിടെ ലക്ഷ്യമിടുന്നത്. സോ ഈ ഒരു സൈറ്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ പവർ പ്ലാന്റ് ഒക്കെ തന്നെ നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഗലത്തിയ ബേയിലാണ്. ഗലത്തിയ ബേ ഓൺ ദ സൗത്ത് ഈസ്റ്റേൺ കോർണർ ഓഫ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്. അപ്പൊ അത് ഓർത്തിരിക്കുക, നമ്മുടെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിന്റെ സൗത്ത് ഈസ്റ്റേൺ കോർണറിലേക്ക് വരുന്ന പ്രദേശമാണ് ഇത് ഗലത്തിയ ബേ. ഇവിടെയാണ് നമ്മൾ ഈ ഒരു പവർ പ്ലാന്റും ഒക്കെ തന്നെ ഈ ഒരു നമ്മുടെ പോർട്ട് ഷിപ്പും ഒക്കെ തന്നെ നമ്മൾ പണിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വേർ ദർ ഈസ് നോ ഹ്യൂമൻ ഹാബിറ്റേഷൻ. ആ പ്രദേശത്തിൽ ഈ പവർ പ്ലാന്റും അതേപോലെ ഈ ടെർമിനൽ, ആ ഒരു പോർട്ട് ടെർമിനലൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ വലിയ ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇല്ല. അപ്പൊ അത്രത്തോളം നമുക്ക് കുറച്ചൊക്കെ സെറ്റിൽമെന്റ്സ്, ഇത്തരത്തിൽ ഡെവലപ്മെന്റ് വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ഹ്യൂമൻ റീലൊക്കേഷൻ വരും. അവിടെ താമസിക്കുന്ന ആൾക്കാരെ നമുക്ക് അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ ഇവിടെ ഈ ഹ്യൂമൻ സെറ്റിൽമെന്റ് ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഈ പവർ പ്ലാന്റും അതേപോലെ ടെർമിനലും, ആ പോർട്ടിന്റെ ടെർമിനലും ഒക്കെ തന്നെ നമുക്കൊരു അത്യാവശ്യം ഹ്യൂമൻ ഈ പറഞ്ഞ റീലൊക്കേഷൻ ഇല്ലാതെ അവിടെ സാധ്യമാക്കാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റു പ്രൊജക്ടുകളുടെ കാര്യത്തിൽ, എസ്പെഷ്യലി പറഞ്ഞ അവിടെ പണിയാൻ ഉദ്ദേശിക്കുന്ന എയർപോർട്ടിന്റെയും അതേപോലെ ടൗൺഷിപ്പുകളൊക്കെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അവിടെ ഒരുപാടധികം എവിക്ഷൻസ് നടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ എനിവേ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. ഇനിയാണ് ഇതിന്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. എന്തുകൊണ്ട് നമ്മൾ ആ ഒരു ഗ്രേറ്റ് നിക്കോബാർ കേന്ദ്രീകരിച്ച് ഈ ഒരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് സ്ട്രാറ്റജിക് കാരണങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അങ്ങനെ ഒരു പ്രവർത്തനം നമ്മൾ ആ ഒരു ഡെവലപ്മെന്റ് അവിടെ കാഴ്ചവെക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ അഡീഷണൽ മിലിറ്ററി ഫോക്കസ്ഡ് ഏരിയ. അതായത് ഇന്ത്യൻ ആർമിക്ക്, ഇന്ത്യൻ നേവിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിനൊക്കെ ആണെങ്കിൽ ഒരു അഡീഷണൽ ബേസ് ആയിട്ട് നമുക്ക് അവിടെ കേന്ദ്രീകരിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങൾ ചൈനയുടെ കൃത്യമായുള്ള ഒരു നിരീക്ഷണങ്ങളിൽ വരുന്ന പ്രദേശങ്ങളാണ്. ചൈന അവിടെ കേന്ദ്രീകരിച്ച് ഒരുപാടധികം എന്താ പറയുക ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ ആ ഒരു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചൈനയെ ഒന്ന് മോണിറ്റർ ചെയ്യാനും കൂടെ നമുക്ക് ഈ ഒരു ഗ്രേറ്റ് നിക്കോബാറിന്റെ ഡെവലപ്മെന്റിലൂടെ സാധ്യമാകും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ. എന്താണ്? ക്ലോസ് സർവൈലൻസ് ഓഫ് ദ എൻറ്റയർ ഏരിയ. ആ പ്രദേശങ്ങളിൽ ഒരു ക്ലോസ് സർവൈലൻസ്, ഒരു സ്ട്രോങ് മിലിറ്ററി ഡിഫറൻസ് ആ ഒരു മേഖലയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും. ഇനി രണ്ടാമത്തെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ്. ബിക്കോസ് ഈ ഒരു നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗ്രേറ്റ് നിക്കോബാർ ഉണ്ടല്ലോ, ഇറ്റ് ഇസ് വെരി ക്ലോസ് ടു മലാക്ക സ്ട്രേറ്റ്. മലാക്ക സ്ട്രേറ്റ് കഴിഞ്ഞ ദിവസം ഒരു ഡീന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് കാണിച്ചു തരാം. ഈ ഒരു പിക്ചർ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഡിസ്കസ് ചെയ്ത്. സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്ന, ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, മലേഷ്യക്കും സിംഗപ്പൂരിനും ഇടയിലുള്ള ഒരു നാരോ പാസേജ് ആണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റുകളൊക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം എക്കണോമിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മേഖല കൂടിയാണ്. സോ ഇവിടെ നമ്മൾ ഈ ഗ്രേറ്റ് നിക്കോബാറിന്റെ ആ ഒരു അറ്റം കേന്ദ്രീകരിച്ച്, ആ ഒരു ഗലത്തിയ ബേ കേന്ദ്രീകരിച്ച് പോർട്ട് ഒക്കെ നമ്മൾ നിർമ്മിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കപ്പലുകൾക്ക് ട്രാൻസ്ഷിപ്മെന്റ് ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു പോർട്ടിനെ സമീപിക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ഒരുപാടധികം എക്കണോമിക്കൽ ബെനിഫിറ്റ്സ് നമുക്ക് അതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. സോ അതുകൊണ്ടിട്ട് തന്നെയാണ് ഈ ഒരു ഇതിന്റെ മറ്റൊരു എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രൊജക്ടിനെ കണക്കാക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് വെരി ക്ലോസ് ടു അവർ മലാക്ക സ്ട്രേറ്റ്. മലാക്ക സ്ട്രേറ്റുമായിട്ട് വെരി ക്ലോസ് ആണ്. ഈ മലാക്ക സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഈ കണക്ട്സ് ഇന്ത്യൻ ഓഷ്യൻ ടു പസഫിക് ഓഷ്യൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. സോ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. ഒന്ന് മിലിറ്ററി ഇമ്പോർട്ടൻസ് ഉണ്ട്, രണ്ടാമതിന് എക്കണോമിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി നമ്മൾ പഠിച്ച കാര്യമാണ്, ഏതൊരു ഡെവലപ്മെന്റും അതിന് തീർച്ചയായിട്ടും ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. എസ്പെഷ്യലി എൻവയോൺമെന്റ് പരമായിട്ടുള്ള ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രോജക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ചാണ് ഇറ്റ് കുഡ് ഇമ്പാക്ട് ഓൺ ഇൻഡിജിനസ് ട്രൈബ്സ്. അവിടെ ഉള്ള ഇൻഡിജിനസ് ട്രൈബുകളെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവരെ അവിടെ നിന്ന് സ്ഥലം മാറ്റാനുള്ള ചാൻസ് ഒക്കെ തന്നെ വളരെ കൂടുതലാണ്. എസ്പെഷ്യലി അവിടുത്തെ ഇൻഡിജിനസ് ട്രൈബ്സ് ആണ് ഷോംപിയനും അതേപോലെ നിക്കോബാറീസും. ദേ ആർ ആക്ച്വലി പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. വളരെ കുറച്ചെണ്ണം മാത്രമേ, മീൻസ് അവരുടെ പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ വളരെ ഫ്യൂ ഹൺഡ്രഡ്സ് ഇൻഡിവിജ്വൽസ് മാത്രമേ ഉള്ളൂ. അവരുടെയൊക്കെ സ്വന്തം സ്ഥലമാണ്. അവർ ഈ പറഞ്ഞ പോലെ അവരുടെ കൃത്യമായുള്ള നേറ്റീവ് ഏരിയ കൂടിയാണ്. ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചാണ് അവർ കൂടുതൽ അവിടെ കഴിയുന്നു. അവരധികം പുറം ലോകവുമായിട്ടൊന്നും വലിയ കൂടുതൽ ബന്ധമൊന്നും വരുത്താറില്ല. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴേക്കും അവരുടെ ആ ഒരു നോർമൽ ആയിട്ടുള്ള അവരുടെ ലിവിംഗ് ഹാബിറ്റാറ്റിനെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലായിട്ട് കരുതേണ്ടതായിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇറ്റ് ക്യാൻ ആക്ട് എസ് എ ത്രെഡ് ടു ഐലൻഡ് എക്കോളജി. ഐലൻഡ് എക്കോളജിയെ ബാധിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ബിക്കോസ് ഇവിടെ ഇത്തരത്തിൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മരങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും. ഇനി മരങ്ങൾ മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്ന പ്രൊജക്ടുകളോട് നമ്മൾ സിമെന്റും ഒക്കെ ഉപയോഗിച്ച് അവിടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യുമല്ലോ, അതെല്ലാം അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ കടലിലേക്ക് വീഴുമ്പോഴേക്കും അതുവഴി അവിടെയുള്ള കോറൽ റീഫുകളൊക്കെ തന്നെ ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരുപാടധികം വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരുപാട് ആനിമൽ ബേർഡ് സ്പീഷീസുകളൊക്കെ ഇവിടെയുണ്ട്. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ടെറസ്ട്രിയൽ നിക്കോബാർ മെഗാപോഡ് ബേർഡുകൾ, അതേപോലെ തന്നെ ലെതർ ബാക്ക്
ടർട്ടിൽസ്, ഇവയൊക്കെ തന്നെ ഈ ഒരു ഗലാത്തിയ ബേ ആണ് അവരുടെ നെസ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. സോ അവിടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആനിമൽസിനും അതുപോലെ ബേർഡ്സിനും ഒക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ എക്കോളജിക്കലിയും ചാലഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യലി മീൻസ് അവിടെയുള്ള ഇൻഡിജിനസ് ട്രൈബ്സിന്റെ കാര്യത്തിലും ഒരു ഈ പറഞ്ഞ പോലെ ചാലഞ്ചസ് ഇമ്പാക്ട് ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പൊ ഈ ചലഞ്ചസിനൊക്കെ നമുക്ക് നോർമൽ ആയിട്ട് മീൻസ് അതിന് വലിയ കൂടുതൽ ചലഞ്ചസ് ഉണ്ടാക്കാതെ ഈ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ചെയ്യുവാണെങ്കിൽ ഇത് നല്ലൊരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ടും പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യണം. ചണ്ടിപ്പുര വൈറസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫർദർ ട്രാൻസ്മിഷൻ ഓഫ് ചണ്ടിപ്പുര വൈറസ് പോസിബിൾ ഇൻ കമ്മിങ് വീക്സ് വാൺസ് WHO. അതായത് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട അവിടുത്തെ കീവേഡ് ആണ്. ഈ ടോപ്പിക് ഏതാണ്? ചണ്ടിപ്പുര വൈറസ് ആണ്. അപ്പൊ ഈ ചണ്ടിപ്പുര വൈറസിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൃത്യമായിട്ടും ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓർത്തിരിക്കാം, ദ ചണ്ടിപ്പുര വൈറസ് എന്ന് പറയുന്ന ഈ ഒരു വൈറസ് റാബ്ഡോവിരിഡെ ഫാമിലിയിൽപ്പെട്ട വൈറസ് ആണ്. ഈ ഒരു റാബ്ഡോവിരിഡെ ഫാമിലിയിൽപ്പെട്ട വൈറസ് തന്നെയാണ് ഇവിടെ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ റാബീസ് ഒക്കെ തന്നെയാണ് ക്രോസ് ചെയ്യുന്നത്. അത് ക്രോസ് ചെയ്യുന്ന ലിസ വൈറസ് ആണ്. അതും ഈ പറഞ്ഞ പോലെ റാബ്ഡോവിരിഡെ ഫാമിലിയിൽപ്പെട്ട ഒരു വൈറസ് തന്നെയാണ്. അതൊരു മെമ്പർ ആണ് സച്ച് ലിസ വൈറസ് ദാറ്റ് കോസ് റാബീസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇത് സ്പ്രെഡ് ചെയ്യുന്ന മെയിൻലി സാൻഡ് ഫ്ലൈസ് ആണ്. സാൻഡ് ഫ്ലൈസ് ആണ് ഇത് പ്രധാനമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. എലോങ് വിത്ത് സർട്ടൻ മോസ്കിറ്റോ സ്പീഷീസും ഉണ്ട്. ADCGT പോലുള്ള മോസ്കിറ്റോസും, അതായത് ഡെങ്കു ഒക്കെ തന്നെ പരക്കുന്ന ഈ മോസ്കിറ്റോസ് ആണ് ADCGT എന്ന് പറയുന്നത്. ആ ഒരു മോസ്കിറ്റോസും ഈ പറഞ്ഞ പോലെ സ്പ്രെഡ് ചെയ്യാറുണ്ട്, ഈ ഒരു ചണ്ടിപ്പുര വൈറസ് സ്പ്രെഡ് ചെയ്യാറുണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കാം. ഈ വൈറസ് മെയിൻലി ഇത്തരത്തിലുള്ള ഇൻസെക്ടുകളുടെ സലൈവറി ഗ്ലാൻഡിലാണ് റിസൈഡ് ചെയ്യുന്നത്. ഈ ഇൻസെക്ടുകൾ സാൻഡ് ഫ്ലൈസിന്റെയും ADCGT മോസ്കിറ്റോസിന്റെ ഒക്കെ തന്നെ സലൈവറി ഗ്ലാൻഡിലാണ് ഇത് ഈ പറഞ്ഞ പോലെ റിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇൻസെക്ടുകൾ കടിച്ചു കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ബൈറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്കൊക്കെ തന്നെ ഈ ഒരു വൈറസ് എൻ്റർ ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇത് വൺസ് മനുഷ്യ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിന് ട്രാൻസ്മിഷൻ നടക്കും. രാവിലെ ഇൻഫെക്റ്റഡ് ആകുന്നതാണെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അതിന്റെ എഫക്റ്റുകൾ പ്രധാനമായിട്ടും നമ്മുടെ ഉള്ളിൽ കണ്ടു തുടങ്ങുകയും സീരിയസ് ആകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ബിക്കോസ് ഈ ഒരു ഇൻഫെക്ഷൻ മെയിൻലി വൈറസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനൊക്കെ തന്നെ ബാധിക്കാം, നമ്മുടെ ബ്രെയിനെ വരെ അഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ഇതിന് വളരെ വളരെ കൂടുതലാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് അഫക്ട് ചെയ്യുന്ന ചിൽഡ്രൻ ബിലോ 15 ഇയേഴ്സ് ആണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും ഈ ഇൻഫെക്ഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ അപകടകരമാക്കുന്നത്. ബിക്കോസ് നോ സ്പെസിഫിക് ആന്റി റെട്രോവൈറൽ തെറാപ്പി ഇതിന് വേണ്ടിയിട്ട് എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിൽ നോ സ്പെസിഫിക് ആന്റി retroviral therapies, therefore this infection ഈ ഇൻഫെക്ഷൻ ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ആന്റി റെട്രോവിയൽ തെറാപ്പി അവൈലബിൾ അല്ല, ഓർ വാക്സിൻ അവൈലബിൾ ഫോർ ട്രീറ്റ്. ഇതിന് വേണ്ടിയിട്ടായിട്ടുള്ള വാക്സിനോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അവൈലബിൾ അല്ല. സോ ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്ന അല്ലെങ്കിൽ അഫക്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ കാലഘട്ടം നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ കണ്ടു തുടങ്ങിയ 1965 മഹാരാഷ്ട്രയിലായിരുന്നു ആ ഒരു സംഭവം ഒക്കെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 2003, 2004 കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിലും നോർത്തേൺ ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ നോക്കുവാണെങ്കിൽ കൂടുതലും സെൻട്രൽ ഇന്ത്യയിലാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യയിലാണ് ഇത് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. കാരണം ഈ ഒരു ചണ്ടിപ്പുര വൈറസിന്റെ പ്രസൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ മേഖലകളിലുള്ള സാൻഡ് ഫ്ലൈസിലും മോസ്കിറ്റോസിലും ഒക്കെയാണ് കൂടുതലായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് വാർത്ത വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയറിയാം. ഏകദേശം ആ ഒരു നമ്മുടെ ഒരു കിടപ്പുണ്ട് 64 കൺഫേംഡ് കേസസ് ചണ്ടിപ്പുര വൈറസിൽ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അതിൽ 61 കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിന്നാണ്, ഗുജറാത്തിൽ നിന്നാണ്. ബാക്കി 3 കേസ് രാജസ്ഥാനിൽ നിന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ ആ ഒരു സെൻട്രൽ ഇന്ത്യ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ള ഒരു കാര്യം കൂടുതലിരിക്കാം. ഇതിന്റെ ഒരു WHO തന്നെ കണക്കുകൾ പ്രകാരം ഒരു ഫാറ്റലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഫാറ്റലിറ്റി റേറ്റ് ഈ പറഞ്ഞ 33% തന്നെ ഫാറ്റലിറ്റി റേറ്റ് ഉള്ള ഒരു കേസ് കൂടിയാണ് ഈ കേസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഈ ഏകദേശം ജൂൺ മുതൽ ഓഗസ്റ്റ് 15 വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ തന്നെ ഈ ചണ്ടിപ്പുര വൈറസ് ബാധിച്ച് 33% ആളുകളിൽ ഈ പറഞ്ഞ പോലെ മരണം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതാണ് ഇതിന് മറ്റൊരു പ്രശ്നം. കാരണം ഇതിന് വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെന്റ് ഇല്ലല്ലോ. നമ്മൾ മറ്റ് അസുഖങ്ങൾക്ക് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് വരുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് മെയിൻലി ഇതിനും കൊടുക്കാറുള്ളത്. ഇതിന് വേണ്ടുന്നതായിട്ടുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ സ്പെഷ്യൽ വാക്സിൻസോ കാര്യങ്ങളൊന്നും തന്നെ അവൈലബിൾ അല്ല. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റ് പഠിക്കാനായിട്ടുള്ളത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോവുക. സോ നമുക്ക് മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. എസ്റ്റാബ്ലിഷിംഗ് എ കാർബൺ മാർക്കറ്റ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ റീസെന്റ് ബഡ്ജറ്റ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ കഴിഞ്ഞ നമ്മുടെ ഫുൾ ബഡ്ജറ്റ് സ്പീച്ച് ജൂലൈയിൽ അവതരിപ്പിച്ച ഫുൾ ബഡ്ജറ്റ് സ്പീച്ചിനകത്ത് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഹൈലി പൊല്യൂഷൻസ് കോസ് ചെയ്യുന്ന ഫാക്ടറികൾ, ഐ മീൻ ഈ പറഞ്ഞ കമ്പനികൾ, നമ്മുടെ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറികൾ, അങ്ങനെയുള്ള ഇൻഡസ്ട്രികളൊക്കെ തന്നെ ഇനിയുള്ള ഗവൺമെന്റ് ഇത്ര നാളും ചാർജ് ചെയ്യുന്ന രീതിയിൽ നിന്ന് പകരം കാർബൺ മാർക്കറ്റ് അല്ലെങ്കിൽ കാർബൺ ട്രേഡിംഗ് മെക്കാനിസത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ബിക്കോസ് അവർ കുറച്ചുകൂടെ ക്ലീനർ ആയിട്ട് മാറണം എന്നുള്ള ഒരു പോയിന്റ് ആണ് ഇന്നത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ്
ഇതിനെല്ലാം ഇങ്ങനെയുള്ള സംഭവമൊക്കെ വരാൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ 2070 ബൈ 2070 നമ്മളൊരു നെറ്റ് കാർബൺ ന്യൂട്രൽ രാജ്യമായിട്ട് മാറാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ നെറ്റ് കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് കാർബൺ ആണോ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യുന്ന അത്രയും തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അബ്സോർബ് ചെയ്തിരിക്കണം. അത് ഏത് മാർഗം, ഒന്നെങ്കിൽ ടെക്നോളജികൾ ഉപയോഗിച്ചാകാം, അല്ലെങ്കിൽ മരങ്ങൾ നട്ടുപിടിച്ചാകാം. അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും മാർഗങ്ങളിലൂടെ നമ്മൾ എത്ര യൂണിറ്റ് ആണോ കാർബൺ അന്തരീക്ഷത്തിൽ എമിറ്റ് ചെയ്യുന്നത് അത്രത്തോളം നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. അങ്ങനെ വരുമ്പോഴേക്കാണ് നമ്മൾ നെറ്റ് കാർബൺ ന്യൂട്രൽ കൺട്രി ആയിട്ട് മാറപ്പെടുന്നു. നമ്മൾ 2070 അച്ചീവ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിലേക്കൊക്കെ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ആക്ച്വലി നമ്മൾ ഈ കാർബൺ മാർക്കറ്റ് എന്നുള്ള മെക്കാനിസത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കണം. കാരണം ബിക്കോസ് ഇതാണ് കറന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അയൺ ആൻഡ് സ്റ്റീൽ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ് അഥവാ പാറ്റ് എന്നുള്ള സ്കീമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അണ്ടർ നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി ആണ് ഇതിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിന്റെ കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞുതരാം. നിലവിൽ ഈ പാറ്റ് എന്നുള്ള സ്കീമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ പാറ്റ് എന്നുള്ള സ്കീമിന് സിമിലർ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമുള്ള കാർബൺ മാർക്കറ്റിനകത്ത്. നിലവിലും ഇപ്പോൾ ഒരു കമ്പനിയോട് ഇവർ ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്ന എനർജിയുടെ ഇവർ യൂസ് ചെയ്യുന്ന എനർജി സാധനം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ സാധനങ്ങൾ ഐറ്റംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു കമ്പനി എയും ഉണ്ട്, കമ്പനി ബിയും ഉണ്ടെന്ന് വിചാരിച്ചു. കമ്പനി എയും ബിയും ഒരേപോലെ സ്റ്റീൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഫാക്ടറീസ് ആണ്. ഇവരോട് രണ്ടുപേരോടും പറഞ്ഞിരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ 500 യൂണിറ്റ് കറണ്ടിന് മുകളിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 500 യൂണിറ്റ് കറണ്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ, എനർജി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്ന കമ്പനി അവിടെ ഈ ഒരു റൂളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള മെഷീനറീസ് ഒക്കെ വെച്ചു. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ആ പണ്ടത്തെ പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കാനായിട്ട് അവർക്ക് 350 യൂണിറ്റ് കറണ്ടേ വന്നുള്ളൂ. അപ്പം ബാക്കി മിച്ചം ഇവർക്ക് എത്ര കിടക്കുകയാണ്, ഒരു 150 യൂണിറ്റ് കറണ്ട് ഇവരുടെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. ഇതും കൂടെ അവർക്ക് ഉപയോഗിക്കാം. കാരണം ഗവൺമെന്റ് റൂൾ പ്രകാരം ഇവരോട് 500 ഉപയോഗിച്ചോളാം എന്ന് പറയാം, 500ന് മുകളിലേക്ക് പോകരുത്. ബട്ട് ബെറ്റർ മെഷീൻസ് ഉപയോഗിച്ചാണ് ഇവർക്ക് അത് എത്രയിലേക്ക് ഒതുക്കാൻ പറ്റി, 350ലേക്ക് ഒതുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ദേ ഹാവ് സേവ്ഡ് 150 യൂണിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ അതേ സാഹചര്യത്തിൽ ബി എന്ന് പറയുന്ന കമ്പനി അവര് പുതിയ മെഷീൻസ് ഒന്നും അഡോപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും 500ന് മുകളിലേക്ക് പോകാൻ തുടങ്ങി. മീൻസ് 500 യൂണിറ്റ് എന്നുള്ള സംഭവം കടക്കാറായി. അതായത് ഫിനാൻഷ്യൽ തീർന്നതിന് മുമ്പ് തന്നെ ഒരു ഫെബ്രുവരി ആയപ്പോൾ തന്നെ ഇവർ 500 യൂണിറ്റ് ആയി. ഇനി ഒരു മാസം കൂടെ കിടക്കുക, മാർച്ച് 31 വരെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 500ന് മുകളിലേക്ക് പോകും. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഈ ബി എന്ന് പറയുന്ന കമ്പനി എയുടെ അടുത്ത് ചെന്നിട്ട് ഇവരുടെ എക്സ്ട്രാ യൂണിറ്റ് ഉണ്ടല്ലോ 150 യൂണിറ്റ്, അത് ബൈ ചെയ്യും, വാങ്ങും. അപ്പൊ ഇതിനെയാണ് ക്രെഡിറ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബൈയിങ് എന്ന്, എനർജി ക്രെഡിറ്റ് ബൈയിങ് ഓർ എനർജി ക്രെഡിറ്റ് സെല്ലിംഗ് എന്നൊക്കെ ബേസിക്കലി പറയുന്നത്. അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു 150 എത്ര വേണമെങ്കിലും മേടിക്കാം കേട്ടോ, എക്സ്ട്രാ ഉള്ളത് മേടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ മാക്സിമം മേടിക്കാൻ പറ്റുക 150. അപ്പൊ ഈ 150 മേടിക്കുവാണെങ്കിൽ ഇപ്പൊ ഈ 150 ക്രെഡിറ്റ് ആരുടെ കയ്യിൽ കൊണ്ട്, ബിയുടെ കയ്യിലുണ്ട്. സോ ബിയുടെ കാര്യത്തിൽ ഇനി 650 യൂണിറ്റ് വരെ കയറിപ്പോയാലും പ്രശ്നമില്ല. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെയാണ് എനർജി ട്രാൻസ്ഫർ മെക്കാനിസം ഉദ്ദേശിക്കുന്നത്. ഇതേ സാധനം ഞാനിപ്പോൾ ഈ എനർജിയുടെ കാര്യം പറഞ്ഞത് കാർബണിന്റെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിന്റെ പേരാണ് കാർബൺ ട്രേഡിംഗ്. അത്തരത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് കാർബൺ മാർക്കറ്റ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഇവിടെ അതേ സംഭവം തന്നെയാണ്. ഈ ഒരു പാറ്റ് എന്നുള്ള സ്കീമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത്. സോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓർത്തിരിക്കുക, പ്രിലിംസിനൊക്കെ ചോദിക്കാം. ഈ പാറ്റ് എന്നുള്ള പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ് എന്നുള്ള സ്കീം റൺ ചെയ്യുന്ന ആരാണ്, അണ്ടർ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ്, അണ്ടർ ഏജസ് ഓഫ് മിനിസ്ട്രി ഓഫ് പവർ. മിനിസ്ട്രി ഓഫ് പവറിന്റെ കീഴിലുള്ള ഒരു ബ്യൂറോ ആണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. സോ ഈ ഒരു സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ റിഡ്യൂസിങ് സ്പെസിഫിക് എനർജി കൺസംഷൻസ്, കമ്പനികളുടെ തന്നെ എനർജി കൺസംഷൻസ് കുറയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ അതിന് വേണ്ടിയിട്ട് അവരെ ഇൻസെന്റിവൈസ് ചെയ്യും. എനർജി ഇന്റൻസീവ് സെക്ടേഴ്സ് ഒക്കെ തന്നെ അവരുടെ കറണ്ട് കൺസംഷൻ കുറയ്ക്കുക, എനർജി കൺസംഷൻ കുറയ്ക്കുക. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ എഫക്റ്റീവ് ആയിട്ട് മാറി കഴിയുമ്പോഴേക്കും അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, എക്സസ് എനർജി സേവിങ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പം എ എന്ന് പറയുന്ന കമ്പനിയുടെ കാര്യത്തിൽ 150 യൂണിറ്റ് അവർക്ക് എക്സസ് എനർജി സേവിങ്സ് ഉണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാം, അവർക്ക് ട്രേഡ് ചെയ്യാം. ആർക്ക് ട്രേഡ് ചെയ്യാം, കൂടുതലായിട്ട് എമിറ്റ് ചെയ്യാൻ ആഗ്രഹം, മീൻസ് അങ്ങനെ വരുന്ന കമ്പനികളിലേക്ക് അത് ട്രേഡ് ചെയ്യാം, പൈസക്ക് ട്രേഡ് ചെയ്യാം. അപ്പം കൂടുതൽ അവർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം എ എന്ന് പറയുന്ന കമ്പനി ഇപ്പൊ അടുത്ത വർഷം കൂടുതൽ മെഷീൻസ് അഡോപ്റ്റ് ചെയ്തിട്ട് അവർ ഈ വർഷം 350 ഉപയോഗിച്ചു, അടുത്ത വർഷം കുറച്ചുകൂടെ 300 യൂണിറ്റ് ആക്കി കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പം നേരം അവർക്ക് എത്ര യൂണിറ്റിൽ സർട്ടിഫിക്കറ്റ് ഇടും, 200 യൂണിറ്റിൽ സർപ്ലസ് സർട്ടിഫിക്കറ്റ് ഇടും. അത് അവർക്ക് എന്ത് ചെയ്യാം, കൂടിയ വിലയ്ക്ക് അടുത്ത വർഷം വിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ കമ്പനികൾ ഓരോരുത്തരും അവരുടെ പ്രിസ്ക്രൈബ്ഡ് ലെവലിൽ നിന്ന് താഴേക്ക് വരാൻ സാധിക്കുകയും രാജ്യത്തിന്റെ ഈ പറഞ്ഞ പോലെ പൊല്യൂഷൻ ലെവലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഇങ്ങനെയുള്ള സംഭവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഇതിനകത്ത് ഈ എനർജി ക്രെഡിറ്റ്, അതാണ് ഈ ഇത്തരത്തിൽ കമ്പനികൾക്ക് കിട്ടുന്നതാണ് എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും, പവർ എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇത് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 പവർ എക്സ്ചേഞ്ചുകളാണ് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്. എവിടേക്കാണ്, ഏതൊക്കെയാണ് 2 പവർ എക്സ്ചേഞ്ച് ചോദിച്ചാൽ ഇന്ത്യ എനർജി എക്സ്ചേഞ്ചും IEX അഥവാ ഇന്ത്യ എനർജി എക്സ്ചേഞ്ചും, അതേപോലെ പവർ എക്സ്ചേഞ്ച് ഇന്ത്യ ലിമിറ്റഡിലുമാണ്. ഈ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള എനർജി സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതിന്റെ റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്റർ കമ്മീഷൻ ആയിരിക്കും. ഈ എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റുകളിലൊക്കെ തന്നെ റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ കാർബൺ മാർക്കറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ എനർജിയുടെ സാധനം നേരെ കാർബണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് കാർബൺ മാർക്കറ്റ് ആയിട്ട് പറയുന്നത്. ഇത് 2 എമിറ്റേഴ്സ് ഉണ്ട്, 2 കമ്പനികൾ എയും ബിയും സിമിലർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ഇവരോട് 2 പേരോടും ഈ പറഞ്ഞ പോലെ ഇതാണ് ലിമിറ്റ് പറഞ്ഞത്, ഈ ലിമിറ്റിന് മുകളിലേക്ക് നിങ്ങൾക്ക് എമിറ്റ് ചെയ്യാനായിട്ട് പാടില്ല, കാർബൺ എമിറ്റ് ചെയ്യാൻ പാടില്ല.
ബി എന്ന് പറയുന്ന കമ്പനി ഇത്രയും ഷോർട്ട് ആയിരുന്നു, മീൻസ് ഇത്രയും അവര് മിച്ചമുണ്ട്, അവർ ഇത്രയും എമിറ്റ് ചെയ്തുള്ളൂ. അപ്പൊ ഇത്രയും ഭാഗം അവർക്ക് കിടക്കുക, മിച്ചമായിട്ട് കിടക്കുക. അപ്പം ഇത് ഈ എക്ക് വാങ്ങുവാണെങ്കിൽ ഈ മിച്ചം എ വാങ്ങുന്നു, അപ്പൊ അത്രയും ഭാഗത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്ക് വേണമെങ്കിൽ എമിറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ടെക്നോളജി കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ കൂടുതലും അന്തരീക്ഷത്തിലേക്ക് കാർബൺ എമിറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് കാർബൺ ട്രേഡിംഗ് മെക്കാനിസം നടക്കുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് കാർബൺ മാർക്കറ്റ് എന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിളിനകത്ത് നമുക്ക് പഠിക്കാനുള്ള. ആക്ച്വലി നമുക്ക് എക്സാം പോയിന്റ് അതിനകത്ത് പഠിക്കാനുള്ള എന്താണ് കാർബൺ മാർക്കറ്റ്, അതേപോലെ തന്നെ ഈ ഒരു പാറ്റ് എന്നുള്ള സ്കീമിനെ കുറിച്ച് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് പാറ്റ് എന്ന സ്കീം എന്നുള്ളത് ഡിസ്കസ് മനസ്സിലാക്കുക. അതേപോലെ എന്താണ് എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റുകൾ, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണ്, ആരാണ് ഇതിന്റെ റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാർത്തയിൽ നിന്ന് എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഷാർപ്പനിങ് ഇന്ത്യസ് ആന്റി ട്യൂബർകുലോസിസ് ഫൈറ്റ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബർകുലോസിസുമായിട്ട് ബന്ധപ്പെട്ട് മിക്ക സമയങ്ങളിൽ നമുക്ക് വാർത്ത കേൾക്കാൻ സാധിക്കുന്നതാണ്. ഒരു മന്ത്ലി വൺസ് എങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വാർത്ത കണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഓൾറെഡി നിങ്ങളിത് പഠിച്ചിരിക്കുന്നതാണെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിപ്പീറ്റഡ് ന്യൂസസ് ആണ്. അപ്പൊ ഇത് തുടക്കത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളിത് ഈ ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഇതുപോലത്തെ ഇനി ആർട്ടിക്കിൾസ് വരും ട്യൂബർകുലോസിസുമായിട്ട്. കാരണം 2025 നമുക്ക് ഇന്ത്യയിൽ നിന്ന് ട്യൂബർകുലോസിസ് ഒക്കെ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ എൻഡ് ചെയ്യണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അങ്ങനത്തെ കാലഘട്ടം 2025 ആകാറായല്ലോ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഒരുപാട് ഈ ട്യൂബർകുലോസിസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരും. അത് ഓൾറെഡി നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണെങ്കിൽ അത് വലിയ കൂടുതൽ അഡീഷണൽ വാർത്തകൾ ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ ആ ആർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പത്രം വായിക്കുന്നതിന് സമയമൊക്കെ തന്നെ സേവ് ചെയ്യാനായിട്ടും സാധിക്കും. ശരി, ഇത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ട്യൂബർകുലോസിസ്, ആന്റി ട്യൂബർകുലോസിസ്. അപ്പം ഈ ഒരു ആർട്ടിക്കിലേക്ക് കടക്കുന്നപ്പോൾ മെയിൻലി നമ്മൾ എന്ത് പഠിക്കണം, ട്യൂബർകുലോസിസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ട്യൂബർകുലോസിസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ബാക്ടീരിയ കോസ്ഡ് ഡിസീസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച വൈറസ് ആണ്, അല്ലെ? ചണ്ടിപ്പുറ ഡിസീസ് എന്ന് പറയുന്നത് വൈറസ് കോസിംഗ് ആണ്. ഇവിടെ നോക്കി ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ബാക്ടീരിയ. കാരണം ഇത് എന്തുകൊണ്ട് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിലിംസിന് വേണമെങ്കിൽ ഒരു 4-5 ഡിസീസിന്റെ പേര് തന്നിട്ട് ഇതിനകത്ത് വൈറൽ ഡിസീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ബാക്ടീരിയ കോസ് ഡിസീസ് ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളോട് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ട്യൂബർകുലോസിസ് ഇസ് എ ബാക്ടീരിയ കോസ് ഡിസീസ് കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. ബിലോങ്ങിങ് ടു മൈക്കോബാക്ടീരിയസിയെ ഫാമിലിയിൽ പെടുന്നതാണ് ഈ ഒരു ബാക്ടീരിയ. ഇതേ മൈക്കോബാക്ടീരിയ ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതേ ഫാമിലിയിൽ പെടുന്ന കുറച്ച് മൈക്കോബാക്ടീരിയസ് ആണ് ലെപ്രസി ഒക്കെ തന്നെ ഹ്യൂമൻസിൽ കോസ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ മനുഷ്യരിൽ ടി ബി മെയിൻലി അഫക്ട് ചെയ്യപ്പെടുന്ന എവിടേക്കാന്ന് വെച്ചാൽ ലങ്സിലാണ്. പക്ഷേ ഇറ്റ് ക്യാൻ അഫക്ട് ഓൾസോ എനി അതർ ഓർഗൻസ്. ഓക്കെ, അത് ഓർത്തിരിക്കണം കേട്ടോ. ടി ബി അഫക്ട് ചെയ്യുന്ന മോസ്റ്റ് കോമൺലി നമ്മൾ കേൾക്കുന്ന ശ്വാസകോശം, ലങ്സിനെ മാത്രമാണ്. പക്ഷേ ശരീരത്തിലെ ഏതൊരു അവയവത്തിന് വേണമെങ്കിലും ടി ബി ബാധിക്കാം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. സോ ടി ബി ഇസ് വെരി ഏൻഷ്യൻ ഡിസീസ് ആണ് ആൻഡ് ഹാസ് ബീൻ ഡോക്യുമെന്റഡ് ടു ഹാവ് എക്സിസ്റ്റഡ് ഇൻ ഈജിപ്റ്റ് ആസ് ഏർലി ആസ് 3000 BC. വളരെ പഴക്കമായിട്ട് നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്ന ഒരു ഡിസീസ് ആണ് ട്യൂബർകുലോസിസ്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇറ്റ് ഈസ് ട്രീറ്റബിൾ ആൻഡ് ക്യൂറബിൾ ആണ്. നേരത്തെ കണ്ടുപിടിച്ചാൽ ടി ബി തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാവുന്ന ഒരു അസുഖം തന്നെയാണ്. ബിക്കോസ് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലുണ്ട്. സോ ഇതിന്റെ ഇൻഫെക്ഷൻ പ്രിവലൻസ് ആണ് ഇതിനെ ഏറ്റവും പ്രശ്നമാക്കുന്നത്. കാരണം എവറി ഇയർ, എല്ലാ വർഷം 10 മില്യൺ ആളുകളാണ് ടി ബി ബാധിതരായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാരണം വേറൊന്നുമല്ല, ടി ബി തന്നെ 2 രീതിയിലുണ്ട്. ലേറ്റന്റ് ടി ബി ഉണ്ട്, ആക്റ്റീവ് ടി ബി ഉണ്ട്. സോ ഈ ലേറ്റന്റ് ടി ബി എന്ന് പറയുന്നത് മിക്ക ആളുകളിലും കാണും. പക്ഷേ ഈ ടി ബി അല്ലെങ്കിൽ ടി ബി വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇവൻ ശരീരത്തിൽ കയറുന്ന സമയം തൊട്ടിട്ട് ഇവൻ ലേറ്റന്റ് മൂവ്മെന്റിലായിരിക്കും. കാരണം സിംറ്റംസ് പുറത്തേക്ക് വരത്തില്ല. സിംറ്റംസ് വന്നു തുടങ്ങുമ്പോൾ ഇത് ആക്റ്റീവ് സ്റ്റേജിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അന്നേരം ചിലപ്പോൾ മരുന്ന് കൊണ്ട് പിടിച്ചാൽ ചിലപ്പോൾ കിട്ടാതെ വന്നേക്കാം. അതുകൊണ്ടിട്ടാണ് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സിംറ്റം പോലെ ടി ബി റിലേറ്റഡ് ടി ബിയുടെ സിംറ്റം നമ്മൾ തള്ളിക്കളയുള്ളൂ. കാരണം നോർമൽ ചുമ, അങ്ങനെയുള്ള കഫ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഇതിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ടി ബി ആണെന്ന് നമ്മൾ നോക്കത്തില്ല. ബട്ട് അത് ലേറ്റന്റ് ടി ബി ആകാം. ആ ഒരു സ്റ്റേജിലേക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പ്യൂർ ആയിട്ട് ഇതിനെ ക്യൂർ ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി ഇന്ത്യയിൽ തന്നെ മീൻസ് ഈ പറഞ്ഞ വേറൊരു പോയിന്റ്, ഇപ്പം എല്ലാ വർഷവും ഈ പറഞ്ഞ ലോകത്ത് 10 മില്യൺ ആളുകളാണ് ടി ബി ബാധിതരാകുന്നത്. ഡിസ്പൈറ്റ് ബീയിങ് എ പ്രിവെന്റബിൾ ആൻഡ് ക്യൂറബിൾ ഡിസീസ് 1.5 മില്യൺ പീപ്പിൾ ഡൈ ഫ്രം ടി ബി ഈച്ച് ഇയർ. 10 മില്യൺ ആൾക്കാർ ബാധിതരാകുന്നു. ഇത് ക്യൂറബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ടും 1.5 മില്യൺ ആളുകൾ, ഈ 15 ലക്ഷം ആളുകൾ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും ടി ബി മൂലം മരണമടയുന്നുണ്ട് ലോകത്ത്. അതുകൊണ്ടാണ് ലോകത്തിലെ വേൾഡ്സ് ടോപ്പ് ഇൻഫെക്ഷ്യസ് കില്ലർ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടി ബി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി HIV ബാധിതരായ ആളുകളിൽ പോലും കോസ് ഓഫ് ഡെത്ത് കൂടുതലും ഏത് കാരണത്താൽ തന്നെയാണ് ടി ബി. കാരണം HIV ബാധിതരായ ആളുകളുടെ കാര്യത്തിലേക്ക് അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കയറി പിടിക്കാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അതിലൂടെ അവർ മരണം അടയാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ്. Then most of the people who fall ill with TB live in low and middle income countries ലാണ് കൂടുതലും ടി ബി ബാധിതരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടി ബി അസുഖങ്ങളിലും അതിന്റെ പകുതിയോളം നമുക്ക് കാണാൻ സാധിക്കുന്ന 8 രാജ്യങ്ങളിലാണ്. അതിനകത്ത് ആരുണ്ട്? ഇന്ത്യ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ, നൈജീരിയ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ് ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഈ 8 രാജ്യങ്ങളിലായിട്ടാണ് ലോകത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ടി ബിയുടെ പകുതിയോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഭാഗമായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഗ്ലോബൽ എഫേർട്സ് WHO ഭാഗത്തു നിന്ന് വലിയൊരു ജോയിന്റ് ഇനീഷ്യേറ്റീവ് വന്നിട്ടുണ്ട്. നോൺ ആസ് ഫൈൻഡ്
ട്രീറ്റ് ഓൾ ആൻഡ് എൻഡ് ടി ബി. അപ്പോൾ ഫൈൻഡ്, ട്രീറ്റ് ഓൾ, എൻഡ് ടി ബി എന്ന് പറയുന്ന ടി ബി ഇറാഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട WHO ഒരു ജോയിന്റ് ഇനീഷ്യേറ്റീവ് ആണ്. പാർട്ണർഷിപ്പ് വിത്ത് ഗ്ലോബൽ ഫണ്ട് ആൻഡ് സ്റ്റോപ്പ് ടി ബി പാർട്ണർഷിപ്പുമായിട്ട് ചേർന്നിട്ട് WHO ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഫൈൻഡ്, ട്രീറ്റ് ഓൾ ആൻഡ് എൻഡ് ടി ബി എന്ന് പറയുന്ന പ്രോഗ്രാം. ദെൻ ഈ ഒരു റിപ്പോർട്ട് ഓർത്തിരിക്കണേ, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, പ്രിലിംസിന് ചോദിക്കാവുന്നതാണ്. ഗ്ലോബൽ ട്യൂബർകുലോസിസ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WHO ആണ്. WHO റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടിന്റെ പേരാണ് ഗ്ലോബൽ ട്യൂബർകുലോസിസ് റിപ്പോർട്ട്. ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യയിലും ടി ബി ബാധിതരായ ആളുകൾ ഇഷ്ടംപടിയുണ്ട്. അപ്പൊ ആ ഒരു ടി ബി ബാധിതരായ ആളുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ടി ബി ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 2025 എലിമിനേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ടി ബി എലിമിനേഷൻ ബൈ 2025 വേണ്ടിയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി ടി ബി മുക്ത് ഭാരത് അഭിയാൻ. ഇതിന്റെ റണ്ണിംഗ് മിനിസ്ട്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർക്കിംഗ് മിനിസ്ട്രി ആരാന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രി ടി ബി മുക്ത് ഭാരത് അഭിയാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ബൈ 2025 ടി ബി നമ്മുടെ രാജ്യത്ത് നിന്നും ഇറാഡിക്കേറ്റ് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ട് ഫണ്ടൊക്കെ ആയിട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബൈ 2025 ആണ് ടി ബി ഇന്ത്യയിൽ നിന്നും എലിമിനേറ്റ് ചെയ്യേണ്ട വർഷമായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ആർട്ടിക്കിൾ വൈസ് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു പ്രിലിംസിന് MCQ ആണ്. പ്രിലിംസ് MCQ എന്ന് പറയുമ്പോൾ 2014 UPSC ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ഇയർ PYQ ആണ്. കാരണം ഇത് ഐലൻഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐലൻഡ്സ് ഓഫ് കോറൽ റീഫ്സ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ 4 ഓപ്ഷൻസ് ഉണ്ട്: ആൻഡമാൻ നിക്കോബാർ, ഗൾഫ് ഓഫ് കച്ച്, ഗൾഫ് ഓഫ് മന്നാർ ആൻഡ് സുന്ദർബാൻസ്. അപ്പൊ ഈ 4 എവിടെയൊക്കെയാണ് കോറൽ റീഫുകളെ കാണാൻ സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ടും ഓപ്ഷൻ നോക്കി സെലക്ട് ചെയ്യുക. കൃത്യമായിട്ട് ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്